സൂപ്പറാ. നല്ല വാമായിട്ടല്ലേ വട്ടം വെച്ചേക്കണം. വഴിയൊക്കെ സെറ്റ് വഴിയാ. പിന്നെ ഞങ്ങള് മേഘമല പോവാം. മേഘമല ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയപ്പോഴേ ഞങ്ങള് കഴിഞ്ഞ ദിവസം പോയപ്പോ അല്ല ദൈവം മൊത്തം ഇംഗ്ലീഷിൽ പറഞ്ഞാ. ഇംഗ്ലീഷിൽ പറഞ്ഞാ വി ആർ ഗോയിങ് ടു മേഘമല. അപ്പൊ സൂപ്പർ. കൂട്ടാൻ വേണ്ടി ബൈക്കിൽ പോയി. ക്രിസ്മസ് അടിച്ച് പൊളിക്കുവാണ് ഞങ്ങൾ. വിഷ്ണു കൂടലൂരിയിലെ പോലേ ആ പാട്ടക്കട നിർത്തണേ. ഞാൻ മേടിക്കും, കാശ് കൊടുത്തോ. അത്രേ ഉള്ളൂ. ജയ്മോന് കുറച്ചടങ്ങാം. ജയ്മോൻ കുറച്ചടങ്ങുവാ. ഞാൻ തുടങ്ങിയിട്ടില്ല. അവിടെ തുറന്നു വിടുന്നില്ല. ആണല്ലേ? ഇതിന്റെ മണ്ട ഒരു ചെക്ക് ഡാം ഉണ്ട്. നമുക്ക് മറ്റേ ചെക്ക് ഡാമിൽ കയറണേ. എവിടെ? ഏതാ ജൂന? നമ്മുടെ ഓർക്കാമന്റെ അപ്പുറം തിരികെ ഇടത്തോട്ട് അവിടെ. അതിപ്പോ പോണ്ട, തിരിച്ചു വരാൻ മതി. നീ പോയിട്ടുണ്ടോ? നമ്മുടെ ഓർക്കാമിന്റെ അടുത്ത് താഴെ ഇടത്തോട്ട് വഴി കിടക്കണം. അതെ, അതിന് വെള്ളമില്ല അവിടെ. ഈ വെള്ളം പോയാൽ അവിടെ വെള്ളമുണ്ട്. ഓ അത് ശരി. ഈ വെള്ളം നമ്മുടെ അവിടെ കുത്തിയൊരുക്കി വരുന്നത്. ഇവിടെ തുറക്കാതെ അവിടെ വെള്ളം വരുന്നില്ല. അപ്പൊ അന്ന് പോയത് അതാണ് ജീവര. ഏത് നമ്മളൊന്നും ഇവിടെ വെള്ളം ഉണ്ടായിരുന്നു. തിരിച്ചിരുമ്പോ അപ്പുറത്തെ ഞാൻ പറഞ്ഞു വെള്ളം കുടിക്കണം കേട്ടോ. ഓക്കെ ഓക്കെ ആറ്റിലെ വെള്ളം ഞാൻ പറഞ്ഞെടുത്ത് ഇറങ്ങാന്നാ. 2 ദിവസം. ഓക്കെ 2 ദിവസം മതിയാ. പിന്നെ ഇവിടുന്ന് പിന്നെ ഇവിടെ എന്തെങ്കിലും ദൂരം ഉണ്ട് വിഷ്ണു? ഹലോ ഗായ്സ്, ഇത് വന്ന് പെൻസ്റ്റോക്ക് പൈപ്പ് എന്ന് പറയും. നമ്മൾ പണ്ട് ബ്രിട്ടീഷുകാർ പണിത പൈപ്പ്. ഇതാ വർഷങ്ങളിൽ പഴക്കമുണ്ട്. വർഷങ്ങൾ എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാർ പണിതിട്ട് നമ്മുടെ തേക്കടിയിൽ നിന്നും വെള്ളം തമിഴ്നാട്ടിലോട്ട് കൊണ്ടുവന്ന പെൻസ്റ്റോക്ക് പൈപ്പാണിത്. നോക്കിക്കഴിഞ്ഞാൽ കാണാം, പണ്ട് നമ്മൾ ഈ ബ്രിട്ടീഷുകാർ ഈ ശർക്കര അങ്ങനെ കുറേ സാധനങ്ങൾ വെച്ച് പൂർവീര് പറഞ്ഞുള്ള അറിവാണ്. പക്ഷെ സംഭവം സെറ്റാണ് കേട്ടോ. എന്തോ അല്ല, ആ ടാങ്കി കയറിയിട്ടാ പോകുന്നല്ലേ? ഏതാണ്? അല്ല ആ ടാങ്ക് അല്ലത്. അല്ലെന്ന് അതാണ് സപ്പോർട്ട് കൊടുത്തത്. അല്ല, 4 പൈപ്പ് അതിന്റെ അകത്ത് ആ വെള്ളത്തിൽ കയറിയിട്ടാ പോകുന്നത്. സപ്പോർട്ട് അല്ലത്. അല്ലടാ, അതിന്റെ അകത്ത് അങ്ങനെ ഇല്ലെന്ന്. ഇല്ലല്ലേ? അപ്പോ തമിഴ്നാടാണ് കേട്ടോ കാണുന്നത്. തമിഴ്നാട് ഫുള്ള്. ഞങ്ങളിപ്പോ യാത്ര പോയിക്കൊണ്ടിരിക്കുക. തമിഴ്നാട് ഞങ്ങൾ പൊളിക്കാൻ പോകണേ. നല്ല തിരക്കാണ് കേട്ടോ. വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സാമി സീസണൊക്കെ ആയതുകൊണ്ട് വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുപറ പായുന്നുണ്ട്. മാത്രമല്ല നമ്മളൊരു കേരള വണ്ടി കയറി വരുന്നുണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ സൈഡ് കൊടുത്ത് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഓരോരോ വീഡിയോകളും കാഴ്ചകളൊക്കെ കണ്ടാണ് നമ്മൾ ഈ തവണത്തെ യാത്ര എന്തായാലും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കാണുവാൻ ഒന്ന് കാണുന്നത് ഏറ്റവും നല്ലതായിരിക്കും. കാരണം നല്ല വൈബാണ് നമ്മുടെ ഇനി അങ്ങോട്ടുള്ള യാത്ര. അങ്ങനെ എന്തായാലും ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് യാത്ര തിരിക്കുവാണ്. നമ്മുടെ വണ്ടി ഇനോവയാണ്. ഇനോവയിൽ അങ്ങ് നമ്മൾ നേരെ താഴേക്ക് പോവാണ്. വിഷ്ണു അല്ലേ? അതെ വിഷ്ണു, എന്താണ് വിശേഷമൊക്കെ? സുഖം. സുഖമല്ലേ? ചേട്ടാ എന്റെ ഫോട്ടോ എടുത്തില്ലായിരുന്നു കേട്ടോ. 2 ദിവസം അല്ലേ? ഒരു ദിവസം കംപ്ലീറ്റ് നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാം. പോകുന്നു, എല്ലാം കറങ്ങുന്നു. വെളുപ്പിനെ പോവാണെങ്കിൽ ഞങ്ങളങ്ങനെ അടുത്ത ടൂറിനെ കുറിച്ചൊക്കെ പ്ലാൻ ചെയ്താണ് നമ്മളിപ്പം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങോട്ടാണോ പോകേണ്ടത്? കൊടൈക്കനാലാണോ അല്ലെങ്കിൽ വേളാങ്കണ്ണിയാണോ ഊട്ടിയാണോ എന്നൊക്കെയുള്ള ഒരു വലിയൊരു
തീരുമാനം എടുക്കലൊക്കെ നടത്തിക്കൊണ്ടിങ്ങനെ നമ്മൾ യാത്ര മുന്നോട്ട് പോവുകയാണ്. ഇപ്പം നമ്മൾ ഏകദേശം തമിഴ്നാടെത്തി. തമിഴ്നാട്ടിൽ ചുറ്റുമുള്ള കാഴ്ചകളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരുപാട് തെങ്ങുംതോപ്പുകളും നമുക്ക് ഈ യാത്രയിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ തെങ്ങുംതോപ്പ്, മാവ്, മുന്തിരിത്തോപ്പ്, ഇങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ വീഡിയോയിലെ ഓരോരോ വിഷ്വൽസൊക്കെ. വാഴയൊക്കെ ഉണ്ട് കേട്ടോ. ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അറിയാൻ പറ്റും വാഴയൊക്കെ ആകെപ്പാടെ കരിഞ്ഞു നിൽക്കുന്നൊക്കെ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അതെന്താണെന്നറിയില്ല, മഴയുടെ കുഴപ്പങ്ങളൊക്കെ ആയിരിക്കാം. എന്തായാലും പോകുമ്പോൾ ചെറിയ ചെറിയ മാടക്കടകളൊക്കെ ഉണ്ട്. എന്തായാലും തമിഴ്നാട്ടിൽ കൂടെ ഉള്ള യാത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായാലും ഒരു സുന്ദരമായുള്ള കാഴ്ച തന്നെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യാത്രയാണ് തമിഴ്നാട്ടിൽ കൂടി പോകുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ തവണയും ഈ ക്രിസ്തുമസിനും തമിഴ്നാട്ടിൽ കൂടെ തന്നെ ഈ യാത്ര ഞങ്ങൾ തീരുമാനിച്ച് വച്ചിരുന്നത്. ഇതൊക്കെ മാവുകളാണ് കേട്ടോ, കുള്ളൻ മാവ. പിന്നെ നമ്മുടെയൊക്കെ അറിയാം പഞ്ഞികളൊക്കെ നമുക്കറിയാം. പണ്ട് കാലത്തൊക്കെ ഈ പഞ്ഞികളായിരുന്നു. ഇപ്പം അതൊക്കെ മാറി. ഇത് കുള്ളൻ മാവൻ തോട്ടങ്ങളാണ് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പം മാവിൻ്റെ സീസണല്ല, അതുകൊണ്ട് നമുക്ക് മാങ്ങ കാണുവാനോ പറിക്കുവാനോ സാധിച്ചിട്ടില്ല. ജുബിനാട് കയ്യിൽ അന്നക്കുട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. അന്നക്കുട്ടി ടാറ്റൊക്കെ തരുന്നുണ്ട് കേട്ടോ ക്യാമറയ്ക്ക് മുമ്പിൽ. അങ്ങനെ ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോവാണ്. തമിഴ്നാട് വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്ട്രെയിറ്റ് വഴിയാണ് കേട്ടോ. അതും കുണ്ടുമില്ല കുഴികളൊന്നും ഇല്ലാത്ത വഴികളാണ്. നമുക്കൊരു കുലുക്കുമില്ലാതെ നമ്മുടെ യാത്ര നല്ല രീതിയിൽ ചെയ്യുവാൻ നമുക്ക് തമിഴ്നാട് റോഡ് നമുക്ക് സാധിക്കും. അതുപോലെയാണ് അവരുടെ ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് പോത്തുകൾ, കാളകളെ കൊണ്ടുപോകുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കൊല്ലാനാണോ വളർത്താനാണോ എന്നറിയില്ല. ഇതൊക്കെ തന്നെ ആയിരിക്കും നമ്മുടെ കേരളത്തിലോട്ട് കടന്നു വരുന്നത്. അങ്ങനെ ഞങ്ങളിങ്ങനെ വണ്ടിയൊക്കെ നമ്മുടെ വിഷ്ണു അടിച്ചു വിട്ടുങ്ങോ പൊക്കോണ്ടിരിക്കുവാണ്. ഇപ്പോൾ നമ്മൾ വണ്ടി കൊണ്ട് നിർത്തിയിരിക്കുന്നത് കാറ്റാടിപ്പാടമുണ്ട്. അപ്പോൾ ആ കാറ്റാടിപ്പാടം കാണാൻ വേണ്ടി ഞങ്ങളിപ്പോൾ വണ്ടി നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ ജോവറ്റ് ആദ്യം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. ഇങ്ങനെ ഒരുപാട് കാറ്റാടി യന്ത്രങ്ങളുണ്ട് കേട്ടോ. കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. തമിഴ്നാടിൻ്റെ ഒക്കെ ഓരോരോ കാര്യങ്ങളെ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വല്ലതും ഉണ്ടോ? അപ്പം അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും വണ്ടിയിൽ നിന്നും പയ്യെ പുറത്തേക്ക് ഇറങ്ങി. ചുറ്റും ഒരുപാട് വാളംപുളി മരങ്ങളുണ്ട് കേട്ടോ. കാണാൻ നല്ല രസം, നല്ല തണലും ഉണ്ട്. വിഷ്ണു പറ, എന്താണ് വിശേഷം? എത്ര നാളിപ്പം വിഷ്ണു വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട്? ഒരാഴ്ചയുള്ളൂ. നല്ല അടിപൊളി, കൊള്ളാം കേട്ടോ, സൂപ്പർ കേട്ടോ, ഡ്രൈവിംഗ് അടിപൊളി. ഇതല്ലേ വിഷ്ണുവിൻ്റെ വണ്ടി? അല്ല കൂട്ടുകാരൻ, നമ്മുടെ വിഷ്ണുവിൻ്റെ വണ്ടി ഇതാണ് കേട്ടോ, ഇനോവ. ഒരാഴ്ചയായിട്ടുള്ളൂ അല്ലേ? ആണല്ലോ. സ്വന്തമായിട്ട് എടുത്തല്ലേ? ഓ ശരി ശരി. ഒരു ഹായ് പറഞ്ഞേക്ക് വിഷ്ണു. ഓക്കെ. ഇതാണ് നമ്മൾ പറഞ്ഞ കാറ്റാടി. ഒരു കാറ്റാടി ഞാൻ സൂമിങ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. എന്ത് ഭയങ്കരം, എന്ത് വലുതാണെന്ന് നോക്കിക്കേ. അപ്പം ഇതിനെക്കുറിച്ച് പറയാൻ ഇപ്പം നമ്മുടെ ജോബിറ്റ് ഇപ്പം കൂടെ ഉണ്ട്. അവൻ ഇതിനെക്കുറിച്ച് ഇപ്പം നമുക്ക് പറഞ്ഞു തരും. നമ്മളിപ്പോൾ മേഘമലയ്ക്ക് ഒരു 20 കിലോമീറ്റർ കൂടെ ഉള്ളു. ഇതാണ് കാറ്റാടിപ്പാടം എന്ന് പറയുന്നത്. കാറ്റാടിപ്പാടം എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ വന്നിട്ട് ഇതിൽ നിന്നാണ് ഇവിടെ കരണ്ടൊക്കെ ഉൽപ്പാദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഓരോന്നിനും ഓരോരോ പേരാ, സുലോചന അങ്ങനെയൊക്കെ പേരാ സെറ്റ് ചെയ്തേക്കുന്നത്. കൊണ്ടോടി അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ വന്ന വഴി കണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് മേഘമലയ്ക്ക് പോകാൻ വേണ്ടി വരുന്ന അവിടുന്ന് ഒരു 20 കിലോമീറ്റർ ഉള്ളു മേഘമലയ്ക്ക് കേട്ടോ. പക്ക സെറ്റാണ് സംഭവം. നോക്കിയാൽ ഇത് കാറ്റാടിപ്പാടം തന്നെയാണ്. അപ്പുറത്തല്ലത് അത് അതിന്റെ ബാക്കിയാണ്. ഇപ്പൊ ഞങ്ങളിപ്പോ നല്ല വെയിലാണ്, നല്ല ചൂടാണ് ഇപ്പൊ ഇവിടെ നിലവിൽ. അപ്പൊ ഞങ്ങളിപ്പോ വന്ന് അവിടെ നിൽക്കുവാണ്. കുറെ ഉണ്ട് ഗൈസ്. ഞങ്ങൾ പോകുന്ന വഴി ഇനി അടുത്തത് നിങ്ങളെ കാണിക്കുന്നതാണ്. അങ്ങോട്ട് ഫുള്ള് കാറ്റാടി പാടം തന്നെയുണ്ട്. ഞങ്ങളുടെ ഫുള്ള് ഫാമിലി ഉണ്ട്, വെളിയിൽ നിൽക്കണയാണ്. ഞങ്ങളിപ്പം അങ്ങോട്ട് പോകാൻ തുടങ്ങുകയാണ്. പിന്നെ ഇതാണ് പുളിമരം, നമ്മുടെ അവിടെ മാത്രം കാണുന്ന പുളിമരം. നല്ല തണുപ്പൊക്കെയാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല, സെറ്റാണ് സംഭവം. പുളിമരവും എല്ലായിട്ടും നല്ല അടിപൊളി പരിപാടിയാണ് സംഭവം. പക്ഷെ നമുക്ക് ഏറ്റവും ആകർഷിക്കുന്നത് എന്നാ വെച്ചാൽ ആ കാറ്റാടിപ്പാടം തന്നെയാണ്. കാറ്റാടി നോക്കിയാൽ കാറ്റാടി കണ്ടോ, അതിപ്പോ എന്തോ കാറ്റില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ടാ കറങ്ങാത്ത. ആ പോരാ, സെറ്റ്.
ഇത് ഓരോ പേരാ ഇവിടെ ഇട്ടേക്കുന്ന ഇവര്, ഓരോരോ പേര്. ഫോട്ടോ എടുക്കണം. പുളിമര ഗൈസ്, പുളി നല്ല പച്ച പുളിയാണ്, അടിപൊളി സംഭവമാണ് ഗൈസ്, ചുമ്മാ കഴിക്കണ്ട. ഇത് ഞങ്ങളുടെ റോസ് മോളാണ്. റോസ് മോൾ ഞങ്ങൾ പോവാണ്. ചേട്ടത്തി ചേട്ടത്തി നോക്കിയേ, ചേട്ടത്തി അന്നക്കുട്ടി ചിരിവിടുത്തെ ചിരിവിടുത്തെ ജയ് ജയ് ചേട്ടച്ചാറ്. പിന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാല് വിഷ്ണുമോനാണ്, വിഷ്ണുക്കുട്ടൻ. ഇവനുമായിട്ടാണ് ഞങ്ങൾ ഇനി പൊളിക്കാൻ പോണേ. മോഹൻലാൽ നിൽക്കുന്നു, മോഹൻലാല് ജീവന അനീച്ചാര് പൊളിക്കണയാണ്. ഇമ്മന്തി അവരെ വിളിച്ചേ, ഇമ്മുനെ വിളിച്ച് പുളിയാണ് പുളി. ഹലോ ഗൈസ്, ദിസ് ഈസ് മൈ ചിരിവിട് ഇന്നലെ അപ്പനോട് ഓടിയതായിരുന്നു, നേരെ മുന്നേ വെച്ച് താഴെ വീണു. മുട്ടും തോന്നുന്നു. അങ്ങനെ ഞങ്ങള് കാറ്റാടിപ്പാടം എല്ലാം കണ്ട് ഞങ്ങൾ ഇനി പയ്യെ അങ്ങോട്ട് മുകളിലോട്ട് യാത്ര പോവുകയാണ് കേട്ടോ. നമ്മുടെ ഈ യാത്ര നിങ്ങൾക്ക് മനസ്സിലായി കാണും, മേഘമലയ്ക്കുള്ള യാത്ര തന്നെയാണ്. ഇതിനു മുമ്പ് നമ്മളൊരു യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് അത്ര പെർഫെക്റ്റ് ആകാത്തത് കൊണ്ടാണ് നമ്മൾ വീണ്ടും ഒന്നും കൂടി ഇങ്ങനെ ഒന്ന് പോകുന്നത്. ആ തവണ വണ്ടി ഓടിച്ചത് ജോബിറ്റാണ്, അവന് എൻജോയ് ചെയ്യാൻ പറ്റിയില്ലെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ വേറൊരു വണ്ടി വിളിച്ചുകൊണ്ട് തന്നെ പോകുന്നതിന്റെ കാരണം. അങ്ങനെ കാറ്റാടികളെ നിരന്നങ്ങ് നിൽക്കുവാണ്. ഒരു വലിയൊരു കണ്ടമാണോ എന്താ അറിയില്ല, കാരണം ചിലതൊക്കെ കറങ്ങുന്നുണ്ട്. ഇതുകൊണ്ട് ഇവിടെയാണ് ഞാൻ പറഞ്ഞ വാഴകളൊക്കെ കരിഞ്ഞു നിൽക്കുകയാണ്. ചൂട് കൂടുതലാണ് നമ്മുടെ ഈ പോകുന്ന ഇപ്പോൾ ഉള്ള ഏരിയയില്. അങ്ങനെ കാറ്റും കുറവുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു. എന്തായാലും ഇപ്പം കാറ്റ് കുറവാണ്, ഇടയ്ക്കുമ്പോഴേക്കും ഒക്കെ ഓരോന്ന് കറങ്ങുന്നുള്ളു. ഇങ്ങനെ ആകാശം മുട്ട നിൽക്കുവാണ് നമ്മുടെ കാറ്റാടി. നല്ല ഉയരമുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ പാസ് എടുക്കുന്നത് നിങ്ങളുടെ നിൽക്കുവാണ്. ഇവിടെ ജയ്മോൻ ഇപ്പം എന്താണ്ടൊക്കെ പറഞ്ഞ് നേരെ മുന്നോട്ട് പോകുന്നുണ്ട്. എന്തിനാണെന്നൊന്നൊരു പിടുത്തമില്ല. തൊട്ടടുത്ത് ഒരു മൺകല ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഓർത്ത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് മോരുവെള്ളം എടുത്തു വെച്ചത്. തമിഴ്നാട്ടിൽ എവിടെ ചെന്നാലും ഇങ്ങനെ സംഭവം കാണും കേട്ടോ. ബിരിയാണി അടിപൊളി മട്ടൻ ബിരിയാണി. വേറൊരു കേസ് തന്നെ പറയും, വിഷ്ണു നമുക്ക് അവിടെ നല്ല മട്ടൻ ബിരിയാണി കിട്ടും. വീഡിയോ എടുത്തോ? നമ്മൾ എത്ര പേരാ മോനെ? 1 2 എല്ലാരും ഇറങ്ങിയോ? ജോലിയിലൊക്കെ ഇറങ്ങണേ. ജോലി ഇറങ്ങിട്ടാ നിക്കണം. അപ്പൊ ഞാനോ ഞാൻ വീഡിയോ എടുക്കാം. എടുത്തോളാ. അങ്ങനെ അവിടുന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ നേരെ പോവാണ്. ജോവിറ്റും അന്നക്കുട്ടിയും ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ നമ്മൾ പയ്യെ വണ്ടിക്കകത്ത് കയറാൻ
ഉള്ള പുറപ്പെടാണ്. ഇപ്പം തന്നെ നമ്മുടെ ടൈം കുറച്ച് വേസ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ പണ്ടൊരു പള്ളിയിൽ പോയില്ലെന്ന് വന്നപ്പോ ചേച്ചി